أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അതിഥികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മള് റമളാനിലെ ആദ്യത്തെ തുടക്കത്തിലെ ആഴ്ച തന്നെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ലാഹുവിനെ പ്രത്യേകം സ്തുതിക്കുന്നു. നമ്മളെ റമളാൻ സംഗമം 26 വർഷം മുമ്പ് ചെറിയൊരു രീതിയിൽ ഒരു ഇഫ്താർ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തുടങ്ങി. ഇപ്പോൾ ബാംഗ്ലൂർ മലയാളി സമൂഹത്തിന്റെ മുഴുവനും സ്വന്തം എന്ന നിലയ്ക്ക് മാറിയിരിക്കുന്ന ഒരു വേദിയാണ്. ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തില് ബാംഗ്ലൂരിൽ എത്രത്തോളം ഡിസ്കണക്റ്റഡ് ആയിട്ട് ആൾക്കാരെ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് പലരെയും കണ്ടിട്ടുണ്ട്. അതിനൊരു വേദി ഇല്ലാത്തതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഡിസ്കണക്ഷൻ നമ്മൾക്ക് റമളാൻ സംഗമത്തിലൂടെ മാറിയിരിക്കുന്നു എന്ന് പറയാവുന്നതാണ്. ഇത് റമളാൻ സംഗമത്തിൽ മാത്രമല്ല, മറ്റ് പല സംഘടനകളും റമളാൻ ഈ ഇഫ്താർ മീറ്റ് നടത്തുന്നു. അതുവഴി ബാംഗ്ലൂരിലേക്ക് വന്നു ചേരുന്ന പല മലയാളി മുസ്ലിങ്ങളും ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിലേക്ക് കണക്റ്റഡ് ആവാനും അതുവഴി പ്രവർത്തിക്കാനും അവർക്ക് സാധിക്കാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, ബാംഗ്ലൂരിൽ പലരും നാട്ടിൽ നിന്ന് ഇവിടെ ഞാൻ പറയാം ഒരു കൂപ്പൂൺ അല്ലെങ്കിൽ ഒരു കിളിക്കൂട്ടിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട്. വലിയ വലിയ അപ്പാർട്ട്മെന്റുകളിൽ ഓരോ വീടുകളിലായിട്ട് ഇങ്ങനെ താമസം. അവർ പുറലോകമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ പുറത്തേക്ക് എത്തി നോക്കുള്ളൂ. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു, അപ്പൊ എന്താണ് ചെയ്യുക? ആ സമയത്താണ് പല സംഘടനകളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മുസ്ലിം സമൂഹം ഒതുങ്ങിക്കൂടുമ്പോൾ അവിടെ നടക്കുന്നത് ഈ പറയുന്ന നീതി ഒഴിവാക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് നമ്മൾ മാറി നിൽക്കുന്നു എന്നുള്ളത്. നമ്മളെ പിന്നെ അള്ളാഹു നമ്മളെ ഉത്തമ സമുദായം കയറുമ്പത്ത് എന്നുള്ള രീതിയിൽ നമ്മളെ പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു മാതൃകാ സമൂഹമായിരിക്കാൻ, ലോകത്തിന് നന്മയിൽ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ മാറി നിന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന് ഒരുമിച്ചെടുക്കുവാനാണ് ജമാഅത്തെ ഇസ്ലാമിയ പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ ബാംഗ്ലൂരിലെ പല പ്രദേശങ്ങളിലും ഹൽക്കകൾ എന്നുള്ള രീതിയിൽ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും അതേപോലെ നമ്മൾക്ക് അവിടുത്തെ പ്രവർത്തനത്തിൽ സമൂഹ പ്രവർത്തനത്തിൽ അവിടുത്തെ കൗൺസിലിംഗ് ആക്ടിവിറ്റീസ് GAO കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ഹൽക്കുകളായിട്ട് 10-15ഓളം സ്ഥലങ്ങളിൽ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അവിടെ ഉള്ള മുസ്ലിം സമുദായത്തെ ഒരുമിച്ച് കൂട്ടുകയും അവരെ ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണർത്തുകയും കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്മളുടെ റമളാൻ സംഗമത്തിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പ്രമേയം കൊണ്ടുവരുന്നത് അതിന് തക്കമായിട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾ എന്താണോ അവതരിപ്പിക്കേണ്ടത് അത് ആലോചിച്ച് ഷൂറ കൂടി, പിന്നെ അതിന്റെ ഈ വർഷം ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് ഓരോ വർഷവും റമളാൻ സംഗമത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ വർഷം നമുക്കറിയാം ശുഹദാ പിന്നെ നീതിക്ക് സാക്ഷികളാവാം എന്നുള്ള രീതിയിൽ നമുക്ക് ചുറ്റിനും നടക്കുന്ന സംഗതികൾ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നീതി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഒരു വ്യക്തിതലത്തിൽ മാത്രമല്ല, കുടുംബതലത്തിലും സമൂഹതലത്തിലും എല്ലാം നമുക്ക് ചുറ്റിലും നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നീതി ഉറപ്പുവരുത്തേണ്ട സമുദായം എന്നുള്ള രീതിയിൽ മുസ്ലിം ജനത മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ ലോകത്ത് മുഴുവൻ നീതി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഇതിലേക്കാണ് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യാം, ഇതിലെ നീതി ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളൊരു ഉദ്ദേശമായിട്ട് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ചുറ്റിനും പല നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നടക്കും. മുസ്ലിങ്ങളുടെതിരെ മുസ്ലിങ്ങൾ ഇസ്ലാം എന്താണോ അല്ലാത്തത് ആ കാര്യത്തിന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചെടുത്ത് പറയാറുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മുസ്ലിം സമുദായം മുഴുവൻ നമ്മുടെ പൊതുബോധം ഇസ്ലാമിനെ അനുകൂലമാക്കണം എന്നുള്ളത് ഓരോ മുസ്ലിമിനും ഉത്തരവാദിത്തപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തർ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് പൊതുബോധം ഇസ്ലാമിനെ അനുകൂലമാക്കണം എന്നുള്ളത്. അതിന് നമ്മൾ തുടങ്ങുന്ന 2-3-4 കാര്യത്തിലൂടെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്.
അത് നമ്മൾ ആദ്യം ഓരോ വ്യക്തിയും നമ്മുടെ തസ്കിയത്ത്, നമ്മുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഖുറാനുമായിട്ടുള്ള ബന്ധം അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തത് നമ്മുടെ സഹോദര സമുദായങ്ങളുമായിട്ട് നമ്മുടെ ഇസ്ലാമിന്റെ മെസ്സേജ്, സത്യം എന്താണോ അത് അറിയിച്ചു കൊടുക്കുക. എവിടെയാണോ തെറ്റുകൾ തിരുത്തി കൊടുക്കുക. ഈ രീതിയിൽ പിന്നെ അതേപോലെ നമ്മുടെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുക. ഇതിന്റെ കൂടെ നമ്മുടെ ചുറ്റിലുമുള്ള പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വേണ്ടി കൊടുക്കുക. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുക്കുക. ഈ രീതിയിൽ 4 പ്രവർത്തനം നമ്മുടെ തസ്കിയത്ത്, നമ്മുടെ സഹോദര സമുദായങ്ങളുടെ ബന്ധം, നമ്മുടെ ഈസ്റ്റായി ബന്ധം, നമ്മുടെ സേവന പ്രവർത്തനം, ഇതെല്ലാം ഈ 4 വിഷയങ്ങളാണ് നമ്മുടെ അടിസ്ഥാനവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഈ അടിസ്ഥാനവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ഏറ്റെടുത്ത് ചെയ്താൽ ലോകത്തിന് നന്മയും സമാധാനവും ഉണ്ടാവുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സംഘടനയുള്ളിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, നമ്മൾ പുറത്ത് പല സംഘടനകളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം സമുദായം എന്നുള്ള രീതിയിൽ, അതായത് മലയാളി മുസ്ലിങ്ങൾ മാത്രമല്ല ഉറുദു മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ മേഴ്സി മിഷൻ എന്നുള്ള ഒരു സംവിധാനത്തിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ബഹുമാനത്തോടെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് മേഴ്സി മിഷൻ അതിന്റെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് തുറക്കുന്നതിന്റെ ലൈസൻസ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മുസ്ലിം സമൂഹത്തിന് സ്വന്തം ബ്ലഡ് ബാങ്ക് എന്നുള്ള രീതിയിൽ ഒരു ചാരിറ്റി ലെവലിന്റെ ബ്ലഡ് ബാങ്ക് നിന്ന് നമുക്ക് അതിന് ലൈസൻസ് കിട്ടിയിരിക്കുന്നു. ആ ഒരു ശുഭവാർത്തയും ഇവിടെ അറിയിക്കുന്നു. നമ്മൾ ഖുറാന്റെ മാസമാണ്. ഖുറാൻ ഇറക്കത്തെ അള്ളാഹു ഈ ഖുറാൻ ഒരു മലയുടെ പുറത്താണെങ്കിൽ പുറത്തിറക്കിയിരുന്നെങ്കിൽ മല പൊട്ടി ഒക്കെ വന്നു പോകുമായിരുന്നു. നമ്മളിതിങ്ങനെ കേട്ടുപോകും, ഈ ആയത്ത് കേട്ടുപോകും. പക്ഷെ ഇതിന്റെ ഒരു ഡെപ്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം കനപ്പെട്ട ഒരു കിതാബാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഈ ഒരു കിതാബ് വെച്ചുകൊണ്ട് നമ്മുടെ ലോകത്തിനെ മാറ്റാൻ വേണ്ടി നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിനെ നമ്മൾ അതിനെ ആ രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടാണ്. നമ്മളുടെ ഉദ്ദേശം ഈ കാര്യങ്ങൾ ഈ റമദാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഖുറാനിലേക്ക് ഇറങ്ങുകയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങൾ നമ്മൾ അത് അതേ രീതിയിൽ മനസ്സിലാക്കുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആ രീതിയിൽ തിരിച്ചറിയുകയും ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും നമ്മളത് നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുകയും പിന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. നിങ്ങൾ ഈ പരിപാടി കഴിയുമ്പോൾ ഇൻഫർമേഷൻ ഡെസ്കിലേക്ക് പോവുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് നല്ലൊരു സംഗമം കൂടി പിരിയാൻ റമളാന്റെ അതിന്റെ ചൈതന്യം, ശരിയായിട്ടുള്ള ചൈതന്യം കിട്ടാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.